എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചെറിയൊരു ചീര കൃഷിയും അതോടൊപ്പം തന്നെ മറ്റ് കൃഷികളും കൂടെ ചേർത്തുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഞാൻ നട്ട ചീരയല്ല, വീണ് കിളിർത്തതാണ്. എങ്കിലും വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ നന്നായിട്ട് തന്നെ കയറി വന്നു. അതിനിടയ്ക്ക് രണ്ട് പ്രധാനപ്പെട്ട ചെടികളും കൂടെ വന്നു, രണ്ട് ഞൊട്ടാഞ്ഞൊടിയൻ്റെ തൈകൾ. കളയാന്നോർത്ത് ഞാൻ ഒരെണ്ണം പറിച്ചു കളഞ്ഞു. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇപ്പം നിൽക്കുന്നത് നന്നായിട്ട് കായൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഒരുപാട് വിലപിടിപ്പുള്ള ഒന്നാണ് ഞൊട്ടാഞ്ഞൊടിയൻ. മുട്ടാമ്പിളി, ഗോൾഡൻ ബെറി എന്നൊക്കെയാണ് പറയുന്നത്. ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ്. അത് നന്നായിട്ട് മൂത്ത് അതിൻ്റെ കാ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അത് ആരും കണ്ടു കഴിഞ്ഞാൽ കളയരുത്. ഇപ്പം ഞാൻ ഈ ചീരയൊക്കെ ഇതിനകത്ത് നിന്ന് ചെത്തിയെടുക്കുകയാണ്. കാരണം നല്ല ചീരയുടെ ഇലകളൊക്കെ ഒന്നും ഒരു കേടുമില്ല. കാരണം അല്പം പുൽത്തൈലം, 2 തുള്ളി പുൽത്തൈലം 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ച് സ്പ്രേ ചെയ്തത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കീടങ്ങളൊന്നും വന്നിട്ടില്ല. അതെല്ലാം ഞാൻ ചെത്തിയെടുത്തു. കണ്ടോ, നന്നായിട്ട് ചെത്തി ചോടോടെ അല്ല എടുത്തത്, ചെത്തിയെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനിയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊട്ടി നല്ല ചെനപ്പുകളുണ്ടാവും. ഇഷ്ടംപോലെ ഇലകൾ കിട്ടുകയും ചെയ്യും. എനിക്ക് ഗോൾഡൻ ബെറി ഈ വളമിടുമ്പോൾ അതും നന്നായിട്ട് കയറി വരും. ഞാൻ എപ്പോഴോ ചാണകത്തിൽ നിന്നോ എങ്ങനെയെന്തോ വന്നതാണ്. അപ്പോൾ പറിച്ചെടുത്ത ചീര നന്നായിട്ട് അരിഞ്ഞ് ഞാൻ നല്ല തോരനുണ്ടാക്കി. നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ തോരൻ ഇങ്ങനെ ചീരയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാടങ്ങ് ഉണക്കിയൊന്നും എടുക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഒരു പകുതിയിൽ കൂടുതൽ വേകാതെ കഴിക്കുവാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. കൂടുതൽ ഉണക്കും തോറും അതിൻ്റെ പോഷക ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. ഈ പുറം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ പച്ച ഇലയാണ് അവർ ഭക്ഷണത്തിൻ്റെ കൂടെ അരിഞ്ഞ് കഴിക്കുന്നത്. പിന്നെ നിലക്കടല കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും ഞാൻ വീഡിയോ നേരത്തെ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ചേച്ചിയുടെ നിലക്കടല കൃഷി നന്നായിട്ട് വരട്ടെ, എന്നിട്ട് വേണം ഞങ്ങൾക്കും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. ഏകദേശം ഒരു അരയടി ആയില്ല, 1/4 അടിയോളം ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇത് പൂവിടാനുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഒരു 40 ദിവസം മതി എന്നാണ് പറയുന്നത് നിലക്കടലയ്ക്ക്. ഇത് മണ്ണിനടിയിലാണ് ഉണ്ടാകുന്നത്. അപ്പം മണ്ണിന് മുകളിൽ പൂവൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊരു 40 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും മൂത്ത് പറിക്കാറാവും. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നാണ്, കിഴങ്ങ് പോലെയാണ് ഈ കടല കിട്ടുന്നത്. ഗ്രോ ബാഗ് ഒരുക്കിയപ്പം കൊടുത്ത വളം കൂടാതെ പിണ്ണാക്കുകളെല്ലാം കൂടെ ഇട്ട് സ്ലറി ഉണ്ടാക്കി അത് ഒഴിച്ചു കൊടുക്കും. പിന്നെ പൂക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിലക്കടലയ്ക്ക് അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുതെന്നാണ് പറയുന്നത്. അത് അടിയിലാണല്ലോ കിഴങ്ങുണ്ടാകുന്നത്. ആ കിഴങ്ങൊക്കെ ഒന്ന് പറിക്കാറൊക്കെ ആയി വരുമ്പോഴത്തേക്കും വെള്ളം കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കിഴങ്ങുകളെല്ലാം തന്നെ, അതായത് ഈ കടലകളെല്ലാം തന്നെ കിളിർക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേശ്ശെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആഴ്ചയിൽ 1 അല്ല 2 പ്രാവശ്യം മാത്രം കുറച്ച് വെള്ളം മാത്രം കൊടുത്താൽ മതി കടലയ്ക്ക്. അപ്പോൾ ഇത് എങ്ങനെയായിത്തീരുമെന്ന് നമുക്ക് കണ്ടറിയാം. ഇനി അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം എന്താണെന്നുള്ളത്.